ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 85. ഇപ്പം നോറയുടെ എവിക്ഷനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. നോറയുടെ സീക്രട്ട് റൂമിൽ കൊണ്ടിരുത്തുന്നു. അതോടുകൂടി എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിക്കുന്നു. ലാലേട്ടൻ ഒന്നും അറിയാത്തല്ലേ, നോറയെ കാത്തിക്കുന്നു. നോറ അവർ വരുന്നില്ലേ? നോറ വരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ അഭിഷേക് വൈൽഡ് കാർഡായിട്ട് അകത്തോട്ട് കയറി വന്ന് ജാസ്മിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതേ ഒരു ചോദ്യം എനിക്ക് ലാലേട്ടനോട് ഇന്ന് ചോദിക്കണമെന്ന് തോന്നി. ഉളുപ്പുണ്ടോ ലാലേട്ട എന്ന് എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. കാരണം ഇത്രയും വലിയൊരു ആക്ടർ, ഇത്രയും വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ ഇതുപോലത്തെ ഒരു ഷോയിൽ ആങ്കറായിട്ട് വരുമ്പോൾ അത് സ്വന്തമായിട്ടുള്ള കുറച്ച് നിലപാടുകൾ അതിലോട്ട് ഇറക്കുക കുറച്ചും കൂടി ബെറ്റർ ആകും. അല്ലാണ്ട് ഇതുപോലെ ഷോ ഡയറക്ടർ എന്ത് പറയുന്നു അതുപോലെ വന്നിട്ട് രണ്ട് പെണ്ണുങ്ങൾ, അതായത് നോറ ജാസ്മിൻ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് പപ്പറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലാലേട്ടൻ എന്തിന് സ്വന്തം വില കളയുന്നു? പുള്ളിക്കിത് പുള്ളിയുടെ കരിയറിലൊരു പോറ പോലും ഏൽക്കില്ല എന്നുള്ളൊരു കാര്യം മറ്റൊരു ഫാക്ടറാണ്. എങ്കിലും ലാലേട്ടനെ പോലൊരു ആക്ടർ വന്നിട്ട് ഇതുപോലെ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് കോമാളിത്തരം കാണിച്ചിട്ട് പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ സീസണിൽ സെറീന ഇതുപോലെ നല്ല രീതിയിൽ കോംബോ പിടിച്ച് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ആർക്കെല്ലാം ഓർമ്മയുണ്ടോ? നല്ല രീതിയിൽ, അതായത് ലൈവ് വെച്ച് കഴിഞ്ഞാൽ സെറീന സാഗർ കോംബോ ഇത് തന്നെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിച്ചിരുന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ലൈവുകളുടെ ഇടയിലാണ് സെറീന എവിക്റ്റായി പോയത്. അതായത് പ്രേക്ഷകരുടെ വോട്ടിൻ്റെ ബേസിൽ ഒരാൾ എവിക്റ്റായി പുറത്തു പോകുന്നു, അവരെ സീക്രട്ട് റൂമിൽ കൊണ്ടിടുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഈ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്ക് എന്ത് വിലയാണ് അതിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാകത്തത്. വേറെ എന്തെങ്കിലും ഒരു റീസണിൻ്റെ പേരിൽ പുറത്താവുന്ന ഒരാളാണ് അതിൻ്റെ സീക്രട്ട് റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്നതെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ അതിന് മുന്നത്തെ സീസണിലാണെങ്കിൽ നിമിഷ ഇതുപോലെ പുറത്ത് പോകുന്നു, സീക്രട്ട് റൂമിലിരിക്കുന്നു, തിരിച്ചു വരുന്നു. എന്തിനീ? അപ്പോൾ നമ്മൾ ഈ വോട്ട് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ വോട്ട് ചെയ്ത് പുറത്താകുന്ന ആൾ, അതായത് വേണ്ട എന്ന് പറഞ്ഞ് പ്രേക്ഷകർ വേണ്ട എന്ന് പറയുന്ന ഒരാളെ അവരുടെ ഇഷ്ടത്തിന് തിരിച്ച് അതിൻ്റെ അകത്തോട്ട് കയറ്റി വിടുകയാണെങ്കിൽ നമ്മളെന്തിനു വോട്ട് ചെയ്യണം? നമ്മൾ വോട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ അതിൻ്റെ അകത്ത് നിന്ന് കളിക്കുന്നത് കാണാനാണ്. ഇഷ്ടമില്ലാത്തവർ പുറത്ത് പോകണം. അതിനുവേണ്ടിയല്ലേ വോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷോ മുന്നോട്ട് കൊണ്ടുപോകും. ഈ പ്രേക്ഷകർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ലാലേട്ടനെ പോലുള്ള ഒരാൾ വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം കാണുന്നവരെല്ലാവരും പൊട്ടനാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഈ ഒരു ഷോ മുന്നോട്ട് പോയി. ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 എപ്പിസോഡുകൾ ഞാൻ കാണില്ല. കാരണം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ നിലവാരം, ബിഗ് ബോസ് എന്നൊരു ഷോയുടെ ഒരു ഫാനായിരുന്ന എനിക്ക് ബിഗ് ബോസ് എന്നൊരു ഷോ ഇപ്പോൾ കാണാനായിട്ട്, അതായത് സമയമുണ്ടെങ്കിൽ മാത്രം കാണാം എന്നുള്ളൊരു നിലപാടിലോട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. കാരണം ബിഗ് ബോസ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയം മാറ്റി വെക്കാണ്ട് എനിക്കത് വേറെ ഒരു പണിയില്ല, സമയം ഉണ്ടെങ്കിൽ മാത്രം കാണാം എന്നുള്ളൊരു നിലപാടിലോട്ട് എത്തിയിരിക്കുകയാണ്. കാരണം അത്രയധികം ബോറാണ് പരിപാടികൾ. പുറത്ത് ബിഗ് ബോസിനെ പറ്റി നടക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണെങ്കിലും അകത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണെങ്കിലും വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് എന്നൊരു ഷോയിലോട്ടുള്ള നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് പോയി. അത് നമ്മൾ പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ ബേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ, സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത് ഓരോ പോയിന്റുകൾ നമുക്ക് ബ്രേക്കായി പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷോ കാണാനുള്ള ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ പോയെന്ന് തന്നെ പറയണം. അപ്പോൾ ഇതുപോലെ നമ്മൾ വേണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ നോറയ്ക്ക് വേണ്ടി എത്രയോ തവണ എവിക്ഷൻ നീട്ടി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഹൗസ് നിറച്ച ആളുകളാണല്ലോ, ഹൗസ് നിറച്ച ആളുകൾ. നോറ എവിക്ഷനിൽ വന്ന് നോറയ്ക്ക് ഏറ്റവും വോട്ട് കുറവാണ്, നോറ പുറത്താകും എന്നുള്ള സിറ്റുവേഷനിൽ പലതവണ എവിക്ഷൻ ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. പിന്നെ നോറ സേഫായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ സെയിം നോമിനേഷൻ വെച്ചിട്ട് ഒരു വീക്ക് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. നോറ ജാസ്മിൻ ഇപ്പോൾ ലാലേട്ടൻ വന്നിട്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡിലും റിപ്പീറ്റാണ്. നോറ പറയൂ, എന്താണ് നോറ പറയാനുള്ളത്? ജാസ്മിൻ പറയൂ, നോറ പറയൂ, ജാസ്മിൻ പറയൂ. വാക്ക് അതിൻ്റെ അകത്ത് എന്തോരം പേരുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജിൻഡോനെ വെക്കിട്ട് കയറാൻ പോകുന്നില്ല ലാലേട്ടൻ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കൂടുതലില്ല ജിൻഡോ കന്നഡ വെച്ചാലെന്ന് വെച്ചില്ലെങ്കിൽ എന്ത്. ജിൻഡോ അതിൽ കന്നഡയുടെ കാര്യം പറഞ്ഞത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള, അല്ലാണ്ട് വേറെ ഒന്നും ജിൻഡോ പറഞ്ഞിട്ടില്ല. ജിൻഡോക്ക് കന്നഡ അങ്ങനെ ഫുൾ ടൈം വെച്ചിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ജിൻഡോയെ പറഞ്ഞ് കന്നഡ വെപ്പിക്കുക. അതിൽ കന്നഡ വെക്കണോ വേണ്ടതെന്നൊക്കെ ഓരോരുത്തരുടെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ. അത് ഒരു കണ്ടന്റാക്കി മാറ്റി വെറുതെ പറഞ്ഞതാണല്ലേ എന്നൊക്കെ എടുത്ത് ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. തമാശക്കൊക്കെ ചോദിക്കാം. പക്ഷേ അത് ജിൻഡോ കന്നഡയുടെ കാര്യം പറഞ്ഞത് വലിയ കള്ളം പറഞ്ഞ പോലെയാണ് ലാലേട്ടൻ ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഒരു 1-2 തവണയൊക്കെ നമുക്ക് അത് ഒരു ഫണ്ണായിട്ട് എടുക്കാം. പിന്നെ റിപ്പീറ്റഡ് അത് ചോദിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വെച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് എനിക്ക് തോന്നി. ഇനി കൊടുത്താക്കുന്നത് സെയിം പവറുള്ള കന്നഡ തന്നെയാണോ അറിയില്ല. ജിൻഡോ ആ കന്നഡ കിട്ടിയപ്പോൾ ചോദിക്കേണ്ടത് എൻ്റെ പവറുള്ള കന്നഡ തന്നെയാണോ? കാരണം കന്നഡ വേറെയാണ്, ചെറിയ വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പവർ വ്യത്യാസം ഉണ്ടെങ്കിൽ വല്ലാത്ത തലവേദനയും ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ. നമുക്ക് എന്തും പ്രതീക്ഷിക്കാം, ഏത് രീതിയിൽ ഒരാളെ തളർത്താം. കാരണം ജിൻഡോ എന്നുള്ളൊരു വ്യക്തി അവർക്ക് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലോട്ട് വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിൻഡോക്ക് കപ്പ് കൊടുക്കൂല എന്നുള്ളൊരു കുറച്ച് തീരുമാനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം അതാണ് ഇപ്പോൾ നോറയെ പോലെ ഒരാൾ, ഒരു തരത്തിലും വോട്ട് ഒരാൾക്ക് മേലെ വരാത്ത ഒരാൾ അതിൻ്റെ അകത്ത് സേഫായി ഇത്രയും ഇപ്പോൾ 85 ദിവസം കഴിഞ്ഞിട്ടും അതിൻ്റെ അകത്ത് സേഫായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറീനെ കഴിഞ്ഞ തവണ ഇതുപോലെ എവിക്റ്റ് ആയിട്ട് അവസാനം ടോപ്പ് 6 വരെ വന്നു എന്ന് തോന്നുന്നു. ടോപ്പ് 6 വന്നിട്ട് അവസാനം ലാലേട്ടൻ ഹൗസിൽ വന്നിട്ട് കൈപിടിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു ഷോ വരെ സെറീനയ്ക്ക് കിട്ടിയെന്ന് പറയണം. അപ്പോൾ
പല കാര്യങ്ങൾ ഇപ്പോൾ അഖിൽമാരായാലും ഇവരൊക്കെ പുറത്ത് പറയുന്ന പല കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പുറത്തെ കോൺട്രവേഴ്സി അത് തെളിയിക്കുന്ന രീതിയിലാണ് അകത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് നോറെ സേഫ് ആക്കാനാണെങ്കിൽ അതങ്ങ് സേഫ് ആക്കിയ പോരായിരുന്നു. ഇന്നലെ നമ്മുടെ നന്ദന എവിക്റ്റായി, അതോടുകൂടി എവിക്ഷൻ പ്രോസസ് അങ്ങ് തീർക്കണം, ബാക്കി എല്ലാവരും സേഫ് ആണെന്നങ്ങ് പറഞ്ഞാൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നോറയെ ഇതുപോലെ ഇറക്കിയിട്ട് തിരിച്ചകത്തോട്ട് കയറ്റുമ്പോൾ നമ്മളെ പോലുള്ള കുറച്ച് പേര് ഇതിനെതിരെ പ്രതികരിക്കും, കുറച്ച് പേര് ഇതിനെതിരെ സംസാരിക്കും, വീഡിയോ ചെയ്യും. സംസാരിക്കുമ്പോൾ വീണ്ടും പബ്ലിസിറ്റി, ടി ആർ പി മാറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കണം, അല്ലാണ്ട് അവർക്ക് അവിടെ നോറ സേഫ് ആക്കാൻ വേണം, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ വേണം. അതായത് ഈ നോറ ജാസ്മിൻ എന്ന പേര് അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ പേരുകൾ അവർ കോൺട്രവേഴ്സിയിലൂടെ ആണെങ്കിലും പ്രേക്ഷകരുടെ മൈൻഡിൽ അങ്ങ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആവറേജ് പ്ലെയർ ആയിട്ടുള്ള ജാസ്മിനെ വരെ ബെസ്റ്റ് പ്ലെയർ എന്ന രീതിയിൽ, അത് ടോപ്പ് 5 കൺഫേംഡ് ആയിട്ട് നിർത്തുന്നു. ടോപ്പ് പ്ലെയേഴ്സിൽ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 എന്ന് പറയുന്ന ലെവലിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഒരു ആവറേജ് പ്ലെയർ ആണ് ജാസ്മിൻ്റെ ഗെയിം പ്ലേ. എന്തുവാണെങ്കിലും എടുത്ത് നോക്കിയോ, ജാസ്മിൻ ഒരു ബിലോ ആവറേജ് എന്ന് പറയാം, ബിലോ ആവറേജ് പെർഫോമർ ആയിട്ടുള്ള ഒരു ജാസ്മിൻ. പിന്നെ ഹൗസിൽ ഇത്തവണ കൊണ്ടുവന്നേക്കണ പലരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജാസ്മിൻ ബെറ്റർ ആണെന്ന് പറയാം. ജാസ്മിൻ ഈ ഒരു സീസണിലായതുകൊണ്ട് അതുപോലെ ബെസ്റ്റായെന്ന് പറയും. അതേപോലെ ഒരു ആവറേജ് പ്ലെയേഴ്സിൻ്റെ പേര് ഇതുപോലെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരുടെ മൈൻഡിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് അവരെ ടോപ്പ് 5 അങ്ങ് ആയി. അപ്പോൾ നമുക്ക് വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അവർ ഓക്കെ, ഇനിയിപ്പോൾ കപ്പടിച്ചാലൊന്നും പറയാനില്ല. ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെട്ടി ആരെടുക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനേ പാടില്ല. ഹൗസിൽ അങ്ങനത്തെ ഒരു കാര്യമായി ഡിസ്കസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഉള്ള സീസണിലാണെങ്കിൽ ഇതുപോലെ വാണിംഗ് കൊടുത്തത് ആ ഒരു ചർച്ച, ഇപ്പോൾ നോമിനേഷൻ്റെ കാര്യമായാലും എന്ത് കാര്യമായാലും ഇപ്പോൾ ചർച്ച ചെയ്താൽ ഹൗസിൽ നിന്ന് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താവുന്ന ഒരു ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ പണപ്പെട്ടി നല്ലൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ കിട്ടണവരെടുത്തിട്ട് ഓടിക്കുക എന്നേ പറയാനുള്ളൂ. ജിൻഡോ എടുത്തിട്ട് പോയാൽ ഒന്നും പറയാനില്ല അതിൽ. കാരണം ഒരു കപ്പ് അവർക്ക് കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കും. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യണം, നോറയെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല, എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു. ജാസ്മിൻ വരെ അകത്തിരുന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ എവിക്ഷൻ വെച്ചതെന്ന് ജാസ്മിൻ ചോദിക്കുന്നു. അതിൻ്റെ അകത്ത് ലൈവിൽ ഇപ്പോൾ എന്തിന് നിങ്ങൾ എവിക്ഷൻ വെച്ചു എന്ന് ജാസ്മിൻ ചോദിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ളവർക്ക് വരെ മനസ്സിലായി. അതിൽ ഏട്ടായിമാരെല്ലാവരും നോറയുടെ റീ എൻട്രി കണ്ടപ്പോൾ എല്ലാവരും ഓടിപ്പോകുന്നു. ഇപ്പോൾ നന്ദനം തിരിച്ചു വരും നോക്കിയിരിക്കത്തേ ഉള്ളൂ. അവർക്ക് വേണ്ട ആളുകളെ മാത്രമേ അവർ ചെയ്യുള്ളൂ. എത്ര പേര് എലിമിനേറ്റ് ആയി ഒരാളും ചെയ്തില്ല. ഇതുപോലെ അതിൽ ഫേവറേറ്റിസം അതായത് ബിഗ് ബോസിന് വേണ്ടി ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എവിക്ഷൻ വരുമ്പോൾ മാത്രം ഇതുപോലത്തെ സിറ്റുവേഷനിൽ അവർ തിരിച്ചു കയറ്റിവിടുന്നു. എന്തായാലും ഇതിപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ ഇനി എപ്പിസോഡുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞ ത്രില്ലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കപ്പ് വരെ ആർക്ക് കൊടുക്കും, അതെങ്ങനെ കൊടുക്കും എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ജിൻഡോൻ്റെ കാര്യത്തിൽ ജിൻഡോയെ അവരെങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു കാര്യം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഈ ഒരു സീസൺ കണ്ടുപോകാം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. അപ്പോൾ എന്തായാലും കൂടുതൽ വരുന്ന നാളത്തെ എപ്പിസോഡ് കാണാൻ ടൈം കിട്ടാനെ കണ്ടിട്ട് സംസാരിക്കാം. അതുവരെ ബൈ.